17ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ജീവിച്ചിരുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു സാമുറായ് വാരിയറാണ് മിയാമോട്ടോ മസൂഷി. തൻ്റെ 13ാം വയസ്സിൽ അന്നത്തെ ഫേമസ് സാമുറായ് വാരിയറായ ബിയോകോണിനെ ഒരു വാൾപ്പയറ്റിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം വാൾപ്പയറ്റിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചത്. വാൾപ്പയറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വാൾപ്പയറ്റ് അല്ലട്ടോ, എതിരാളിയെ വധിക്കുന്ന ആളായിരിക്കും ഈ വാൾപ്പയറ്റിൽ വിജയി. ഏകദേശം 62 പേരെയാണ് മിയാമോട്ടോ മസൂഷി വാൾപ്പയറ്റിൽ പരാജയപ്പെടുത്തിയത്, അതായത് വധിച്ചത്. അങ്ങനെ ദ മിയാമോട്ടോ മസൂഷി അക്കാലത്തെ ഗ്രേറ്റ് സ്വാഡ് മാസ്റ്റർ എന്നറിയപ്പെട്ടു. ഇതിനു പുറമെ മഹാനായ ഒരു തത്വചിന്തകനായിട്ടും ഒരു ചിത്രകാരനായിട്ടുമൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം തന്നെ എതിരാളികളെ വധിച്ച് വിജയം കൊയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസും സെൽഫ് ഡിസിപ്ലിനുമായിരുന്നു. തൻ്റെ അവസാന കാലത്ത് തൻ്റെ ജീവിതത്തിൻ്റെ റിഫ്ലക്ഷൻസ് അദ്ദേഹം എഴുതി വെച്ചു. അതാണ് ദ ബുക്ക് ഓഫ് 5 റിങ്സ്. ഈ പുസ്തകം മാർഷ്യൽ ആർട്സ് സ്കിൽസ് വളർത്തിയെടുക്കുക മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒട്ടനവധി പേരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ദ ബുക്ക് ഓഫ് 5 റിങ്സ്. വേൾഡ് ഫേമസ് പോഡ്കാസ്റ്ററായ ജോ റോഗൻ ആ പുസ്തകം വായിച്ച് ഇൻസ്പയർഡ് ആയിട്ട് തൻ്റെ കയ്യിൽ മിയാമോട്ടോ മസൂഷിയുടെ പിക്ചർ ടാറ്റൂ ചെയ്തിട്ടുണ്ട്. എന്താണ് മിയാമോട്ടോ മസൂഷി പറഞ്ഞത്? നമ്പർ 1, എർത്ത്. ഫോക്കസ് ഓൺ ഗ്രൗണ്ട് ഓർ ബേസിക്സ്. നമ്മളെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ലേണിംഗ്, ഹെൽത്ത്, റിലേഷൻഷിപ്സ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഗോൾ സെറ്റിംഗ്, പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ഫീൽഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ സ്കിൽസ് വളർത്തിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ബേസിക്സ് പക്ക ക്ലിയർ ആയാൽ മാത്രമേ പുതിയ കൺസെപ്റ്റ്സ് ശരിക്കും മനസ്സിലാക്കാനും ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. പ്രൊഫഷൻ ആയാലും ഹോബി ആയാലും ഈവൻ ഡയറ്റ് ആയാലും അതിൽ ബേസിക് ആയിട്ടുള്ളത് എന്താണ് ആൻഡ് അഡീഷണൽ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയ ഡീപ്പായ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യണം. നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് വളരെ കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിലും അവരോട് ലോയലായിട്ട് പെരുമാറുക, സത്യസന്ധത പുലർത്തുക, ഉള്ള ബോൺസൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ഇനി മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ പ്രോപ്പർ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടുക. ബഡ്ജറ്റിംഗ്, സേവിങ്സ്, ഇൻവെസ്റ്റിംഗ്, ഇതൊക്കെ ഡീപ്പായിട്ട് തന്നെ മനസ്സിലാക്കുക. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ കടക്കെണികളിലൊക്കെ അകപ്പെടുന്നത്. അതാണെങ്കിൽ നമ്മളുടെ സമാധാനം കളയുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ലാക്ക് ഓഫ് ടൈം ഈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രയോറിറ്റി എന്ന് കേട്ടിട്ടില്ലേ? എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ഈ കൺസെപ്റ്റ്സ് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യാം. നമ്മളുടെ ഗോൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഓരോ സബ് ഗോൾസ് ആക്കിയിട്ട് അവ ഓരോന്നും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രാജുവലി നമ്മളുടെ ഗോളും നമ്മൾ അച്ചീവ് ചെയ്യും. നമ്പർ 2, വാട്ടർ. ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾ വെള്ളം കണ്ടിട്ടില്ലേ? വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ്? വെള്ളം ഇരിക്കുന്ന പാത്രത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അതുപോലെ താഴ്ചയുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. വെള്ളം എപ്പോഴും ചുറ്റുമുള്ള സിറ്റുവേഷൻസിനോട് അഡാപ്റ്റബിൾ ആണ്. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനായിട്ട്, അതനുസരിച്ച് മാറാനായിട്ട് വെള്ളത്തിനാവും. മുസാഷി പറയുന്ന 2ാമത്തെ റൂള് ബി ലൈക്ക് വാട്ടർ എന്നാണ്. വെള്ളത്തെ പോലെ അഡാപ്റ്റബിൾ ആവുക, ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുക, അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുക. ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനും അത് തന്നെയാണ് പറയുന്നത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ലൈഫിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ക്രൈസിസിനനുസരിച്ച്, സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാക്കി അവയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മുന്നോട്ട് പോവുക. നമ്പർ 3, ഫയർ. ഒരു പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവിൻ്റെ ആക്രമണത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയുമാണ് ഫയർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവസരങ്ങൾ കണ്ടെത്തി അവിടെ പെട്ടെന്ന് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല. എല്ലായിടത്തും അവസരങ്ങൾ തിരയേണ്ടത് നമ്മളാണ്. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. നമ്മളുടെ ബോൾഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയും ഫയർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഡ്രീംസ് വിത്തൗട്ട് ആക്ഷൻ റിമെയിൻ ജസ്റ്റ് ഡ്രീംസ്. ഇറ്റ്സ് ദ പവർ ഓഫ് ആക്ഷൻ ദാറ്റ് ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. നമ്പർ 4, വിൻഡ്. തിങ്ക് എഹെഡ്. കാറ്റിനെ പോലെ ആവുക. എവിടെ എപ്പോൾ വീശണമെന്ന് തീരുമാനിക്കുക. എപ്പോൾ പതുക്കെ വീശണമെന്നും എപ്പോൾ കൊടുങ്കാറ്റാവണമെന്നും മുൻകൂട്ടി തീരുമാനിക്കുക. ഒരു ചെസ് ഗെയിം പോലെ നമ്മുടെ ലൈഫിൽ അടുത്ത മൂവ് എന്താവണം എന്ന് എപ്പോഴും പ്ലാൻ ചെയ്തിരിക്കുക. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് എങ്ങനെ സംസാരിക്കണം, എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് ആക്ഷൻ എടുക്കരുത് എന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുള്ളൂ. പ്ലാനിങ് എഹെഡ് ഈസ് ദ കോമ്പസ് ദാറ്റ് ഗൈഡ്സ് ടു സക്സസ്. നമ്മളുടെ പേഴ്സണൽ ഗോൾസ് ആണെങ്കിലും പ്രൊഫഷണൽ ഗോൾസ് ആണെങ്കിലും മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും നമ്മളുടെ ദീർഘവീക്ഷണവും ഒക്കെ ഈ ഒരു പാത്ത്, ഈ ഒരു ജേണി ഈസി ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പവർ ഓഫ് പ്ലാനിങ് വളർത്തിയെടുക്കുക. ആൻഡ് നമ്പർ 5, വോയിഡ്.
ലെറ്റ് ഗോ ഓഫ് ബാഗേജ്. ബി ലൈക്ക് ദ വോയിഡ്, എംപ്റ്റി ആൻഡ് ഫ്രീ എന്നാണ് മുസാഷി പറയുന്നത്. അൺവാണ്ടഡ് തോട്ട്സ്, നമ്മളുടെ ഈഗോ, അറ്റാച്ച്മെൻറ്റ്സ് അങ്ങനെയെല്ലാം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കും. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കാനായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഡീപ്പ് ബ്രീത്തിങ്, മെഡിറ്റേഷനൊക്കെ മൈൻഡ്ഫുൾനെസ് വർദ്ധിപ്പിക്കാനുള്ള വഴികളാണ്. നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം നമ്മളുടെ ദേഹത്തേക്ക് വീഴുന്നത്, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. വി ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മൈൻഡ്ഫുൾനെസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ വീട്, വെൽത്ത്, പൊസിഷൻ, സ്കിൽസ്, ഫ്രണ്ട്സ്, വാട്ട് എവർ, നമ്മളോട് അടുത്ത് നിൽക്കുന്ന എന്തിനോടും നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അല്ലേ? അറ്റാച്ച്മെൻറ്റ് വേണ്ടത് തന്നെയാണ്. ബട്ട് ഓവർ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയ്ക്കാനായിട്ട് കാരണമാവും. പലപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുകയുമില്ല. നോൺ ജഡ്ജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ മുന്നിൽ വരുന്ന ആൾക്കാരെക്കുറിച്ച്, ന്യൂസിനെ കുറിച്ച്, അങ്ങനെ മുന്നിൽ വരുന്ന എന്തിനെക്കുറിച്ചും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും അല്ലേ? അവ മോശമാണ്, അവളുടെ സ്വഭാവം അത്ര പോരാ, അവരുടെ ഡ്രസ്സിങ് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. നമ്മളുടെ അടുത്ത് വരുന്ന ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. അതൊന്നും അറിയാതെ ആവും നമ്മൾ പലപ്പോഴും അവരെ ജഡ്ജ് ചെയ്യാം. ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. ഇതിലൂടെ സത്യത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ശരിക്കും ജഡ്ജ് ചെയ്യാനോ പറയാനോ സാധിക്കാതെ വരും. അനാവശ്യമായ ബാഗേജസ് എടുക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ട്രിപ്പിൾ ഫിൽട്ടർ ടെസ്റ്റ്. ഗ്രീക്ക് ഫിലോസഫറായ സൊക്രാറ്റിസ് ആണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഒരിക്കൽ സൊക്രാറ്റിസിൻ്റെ അടുത്തേക്ക് ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരാളെ പറ്റി നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സൊക്രാറ്റിസ് പറഞ്ഞു, ശരി, പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കാം. 1, നീ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ? സുഹൃത്ത് പറഞ്ഞു, സത്യമാണോ എന്ന് എനിക്കറിയില്ല, എന്നോട് മറ്റൊരാൾ പറഞ്ഞതാണ്. ശരി, എങ്കിൽ 2ാമത്തെ ചോദ്യം, നീ പറയാൻ പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ? ഒന്ന് ആലോചിച്ചിട്ട് സുഹൃത്ത് പറഞ്ഞു, നന്മയൊന്നുമില്ല, വാസ്തവത്തിൽ ആളെക്കുറിച്ച് കുറച്ച് മോശമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ സൊക്രാറ്റിസ് പറഞ്ഞു, എങ്കിൽ ഞാൻ അവസാനത്തെ ചോദ്യം ചോദിക്കാം, നീ ഈ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ഉപകാരപ്പെടുമോ? ഇല്ല എന്ന് ഉത്തരം പറഞ്ഞ സുഹൃത്തിനോട് സൊക്രാറ്റിസ് പറഞ്ഞു, എങ്കിൽ ആ കാര്യം നീ എന്നോട് പറയേണ്ടതില്ല എന്ന്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമുക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയ ഒരു ടെക്നിക്കാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൊക്രാറ്റിസ് പറഞ്ഞത്. നമ്മൾ ഇന്ന് ഡെയിലി കാണുന്ന റീൽസ്, ഷോർട്സ്, വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഫോട്ടോസ്, വീഡിയോസ്, ന്യൂസ്, ഇതൊക്കെ ശരിക്കും സത്യമാണോ? അതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നന്മയുണ്ടോ? അവയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണോ? നമുക്ക് ഒരാവശ്യവുമില്ലാത്ത ഇത്തരം ഇൻഫർമേഷൻസ് സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കഴിവും ഡിസിപ്ലിനുമാണ് നശിപ്പിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഫോൺ എടുക്കുമ്പോൾ ഞാൻ കാണാൻ പോകുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണോ, അത് നല്ലതാണോ, അതെനിക്ക് ഉപകാരപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുക. ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മളുടെ സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാം, ഈവൻ ഡിസിപ്ലിൻ തന്നെ വർദ്ധിപ്പിക്കാം. ആയോധന കലകളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മിയാമോട്ടോ മുസാഷിയുടെ ദ ബുക്ക് ഓഫ് 5 റിങ്സ് യുദ്ധരംഗത്ത് മാത്രമല്ല ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലും ആവശ്യമായിട്ടുള്ള പാഠങ്ങൾ പകർന്നു തരുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മിയാമോട്ടോ മുസാഷി തൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയ ഈ സ്ട്രാറ്റജീസ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ആപ്ലിക്കബിൾ ആണ്. ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച് സെൽഫ് മാസ്റ്ററിയിലേക്കുള്ള നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലെ വീഡിയോകൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.